Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnana Timirandasya Jnananjana Shalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Namo Om Vishnupadaya Krishna Preshtaya Bhutale Srimate Bhaktivedanta Swami Niti Namine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine. Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Jai Shri Radha. Hare Krishna. ഇപ്പോൾ അധ്യായം 13 ആണ് ഇപ്പോൾ പഠിക്കുന്നത്. അധ്യായം 13 അർജുനന്റെ 6 ചോദ്യങ്ങൾ: പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ പറയുന്നത്? അർത്ഥം പറയുന്നത് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ, പ്രകൃതി പറഞ്ഞില്ല. ക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്രം എന്നാൽ എന്താണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്? ശരീരമാണെന്ന്. ഹരേ കൃഷ്ണ. ശരീരം, ശരീരം. ശരി, നമ്മുടെ ശരീരത്തെ ക്ഷേത്രം എന്ന് വിളിക്കുന്നു. ക്ഷേത്രജ്ഞൻ, ആത്മാവ്. എന്നാലും ക്ഷേത്രജ്ഞൻ എന്നുള്ളതിന് ഭഗവാൻ ഒരർത്ഥം പറയുന്നുണ്ട്. ശരീരത്തെ അറിയുന്നവൻ എന്നാണ്. അതെ, ശരീരത്തെ അറിയുന്നവൻ. അപ്പോൾ ആത്മാവ് മാത്രം വരുന്നില്ല, പരമാത്മാവും കൂടെ ക്ഷേത്രജ്ഞന്മാരായിട്ട് വരുന്നു. കാരണം ആരൊക്കെയാണോ ഈ ശരീരത്തെ അറിയുന്നത്, ഓരോ പ്രത്യേക ശരീരത്തെയും അറിയുന്നവർ, അവരെ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും കൂടെ ക്ഷേത്രജ്ഞനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്. ആരെയാണ് അറിയേണ്ടതായിട്ട് ഭഗവാൻ പറയുന്നത്? ഹരേ കൃഷ്ണ. എന്താണ് ജ്ഞാനമായിട്ട് ഭഗവാൻ പറയുന്നത്? ആരെയാണ് അറിയണമെന്ന് ഭഗവാൻ പറയുന്നത്? മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതമമ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ കുറിച്ചും, ക്ഷേത്രജ്ഞൻ അതായത് ക്ഷേത്രജ്ഞന്മാർ 2 വിധം, ഭഗവാനും ആത്മാവും. അപ്പോൾ ശരീരത്തെ കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ചും പിന്നെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടം വരെയാണ് എത്തിയത്. ഇനി 6ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ജീവാത്മാവായിട്ടുള്ള ക്ഷേത്രജ്ഞനും പരമാത്മാവായിട്ടുള്ള ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? എന്താണ് പറഞ്ഞത്? ക്ഷേത്രജ്ഞനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ക്ഷേത്രജ്ഞന് എല്ലാ ശരീരങ്ങളിലുമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതെ, കറക്റ്റ്. അതെ, ജീവാത്മാവിന് താൻ വസിക്കുന്ന ശരീരത്തെ കുറിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കാരണം ജീവാത്മാവ് അണുവാണ്, ഒരു പ്രത്യേക ശരീരത്തിൽ വസിക്കുന്നു, ആ ശരീരത്തെ കുറിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ പരമാത്മാവ് വിഭു ആയതുകൊണ്ട്, അദ്ദേഹം ഏകനാണെങ്കിലും അദ്ദേഹം അനേകം ശരീരങ്ങൾ എടുത്ത് എല്ലാ ശരീരങ്ങളിലും അദ്ദേഹം വാഴുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ശരീരത്തെ കുറിച്ചുമുള്ള അറിവുമുണ്ട്. ഇനി ഭഗവാൻ ഭൗതിക പ്രകൃതി എന്നാൽ എന്താണ് എന്ന് അർജുനൻ ചോദിക്കുകയുണ്ടായി. ആ പ്രകൃതിയെ കുറിച്ചുള്ള അറിവാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 5 മഹാഭൂതങ്ങൾ, മിഥ്യാ അഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പഞ്ചമഹാഭൂതങ്ങളെയും മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന അവയെ 8 എന്റെ ഭൗതിക പ്രകൃതി, എന്റെ അധമ ശക്തിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ 8 24 എണ്ണത്തിനെ വിവരിക്കുന്നു. കാരണം ഇതെല്ലാം ചേർന്നിട്ടാണ് ജീവാത്മാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ശരീരമായിട്ട് ലഭിക്കുന്നത്. അതായത് ഇതിൽ ഇന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കുന്നു, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, പിന്നീട് ആ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള ശബ്ദം, രൂപം, ഇതെല്ലാം, ടേസ്റ്റ്, ഇതെല്ലാം ചേരുന്നത്, ഇതെല്ലാം അങ്ങനെയുള്ള 15 എണ്ണത്തെയും കൂടി ചേർത്ത് 15 × 24 ഘടകങ്ങളാണ് ഈ ഭൗതിക പ്രകൃതി എന്ന് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 മഹാഭൂതങ്ങൾ, അതായത് പഞ്ചമഹാഭൂതങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പഞ്ചമഹാഭൂതങ്ങൾ ജലം, വായു, അഗ്നി. 5 മഹാഭൂതങ്ങൾ ഇവിടെ പറയുന്നത് അഗ്നി, ജലം, വായു, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങൾ. പിന്നീട് 5 ഇന്ദ്രിയ വിഷയങ്ങൾ. 5 ഇന്ദ്രിയ വിഷയങ്ങൾ: ഗന്ധം, മൂക്കിന് ലഭിക്കുന്ന ഗന്ധം, നാവിന്റെ രസം, പിന്നീട് കണ്ണിന് രൂപം, ത്വക്കിന് സ്പർശം, ചെവിക്ക് ശബ്ദം. 5 ഇന്ദ്രിയ വിഷയങ്ങൾ. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഉള്ളത്: കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഭവിക്കുന്ന 5 അറിവിനെ തരുന്ന 5 വിഷയങ്ങൾ. അതാണ് കണ്ണിന് രൂപം, നാവിന് രസം, മൂക്കിന് ഗന്ധം, ചെവിക്ക് ശബ്ദം, പിന്നീട് ത്വക്കിന് സ്പർശം. ഇത് 5 ഇന്ദ്രിയ വിഷയങ്ങൾ വരുന്നു. പിന്നീട് മനസ്സുൾപ്പെടെയുള്ള 11 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. പിന്നീട് ബുദ്ധി, വിദ്യ, അഹങ്കാരം, അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങൾ, അതിനെ പ്രധാനം എന്ന് പറഞ്ഞു വരുന്നു. അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഭൗതിക പ്രകൃതി തുടക്കത്തിൽ അവ്യക്തമായിരിക്കുന്നു. പിന്നീട് ഭഗവാൻ ദൃഷ്ടി അതിന്മേൽ, ആ ഭൗതിക പ്രകൃതി, അതിനെ അവ്യക്തമായിട്ടുള്ള അവസ്ഥയിലുള്ള ഭൗതിക പ്രകൃതിയെയാണ് പ്രധാനം എന്ന് പറയുന്നത്. അതായത് അത് അവ്യക്തം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്ക് വിധേയമായിട്ടില്ല, സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള ഒരവസ്ഥ. ഇപ്പോൾ നമ്മൾ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു വസ്തുവിനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വെറും കടലോരത്ത് പോയിട്ട് ആ കളിമണ്ണ് എടുത്തിട്ട് ഒരു വസ്തുവിനെ ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. കളിമണ്ണ് ശരിയായ ജലം ചേർത്ത് മിക്സ് ചെയ്ത് അതിനെ പിന്നീട് ആ കളിമണ്ണുണ്ടാക്കുന്ന ഇതിലെല്ലാം വെച്ചിട്ട് ശരിയാക്കി എടുക്കണം, പാകപ്പെടുത്തി എടുക്കണം. അപ്പോൾ പാകപ്പെടുത്താത്ത അവസ്ഥയിലുള്ള ഭൗതിക പ്രകൃതിയുടെ ഘടന, അതിനെയാണ് പ്രധാനം എന്ന് പറയുന്നത്. ആ ഭൗതിക പ്രകൃതി, പാകപ്പെടുത്താത്ത ആ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ കടാക്ഷിക്കുന്നു. എങ്ങനെ കടാക്ഷിക്കുന്നു? നമ്മൾ ജീവാത്മാക്കളെ എല്ലാം തന്നെ ഭഗവാൻ ആ ഭൗതിക പ്രകൃതിയെ കടാക്ഷിച്ച് നമ്മൾ ജീവാത്മാക്കളെ ആ ഭൗതിക പ്രകൃതിയിലേക്ക് നിക്ഷേപിക്കുന്നതോടുകൂടി ആ ഭൗതിക പ്രകൃതിക്ക് അപ്പാടെ മാറ്റം വരുന്നു. പിന്നീട് അത് സൃഷ്ടിക്ക് ഒരുങ്ങുകയായി ഈ പ്രത്യേകമായ 24 മൂലകങ്ങൾ അടങ്ങുന്ന ഭൗതിക പ്രകൃതിയായിട്ട് അത് പിന്നീട് മാറുകയായി. പിന്നീട് അതിൽ 24 മൂലകങ്ങൾ കൂടാതെ അതിൽ ത്രിഗുണങ്ങളെല്ലാം വന്നു ചേരുന്നു. അങ്ങനെ ആ ഭൗതിക പ്രകൃതി ഓരോ ജീവാത്മാവിനും പ്രത്യേക ശരീരം കൊടുക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അതിനെ നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നു. അതിനു മുൻപ് അവ്യക്തമായിട്ടുള്ള അവസ്ഥയിലുള്ള ഭൗതിക പ്രകൃതിയെയാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതും ആ അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങൾ അടങ്ങുന്ന ആ പ്രകൃതിയെയും കൂടെ ചേർത്തിട്ടാണ് 24 മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാവാർത്ഥത്തിലെ കേന്ദ്ര വിഷയം ഈ കർമ്മവേദിയായിട്ടുള്ള ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള, ക്ഷേത്രത്തിന്റെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്ഥിരമായിട്ടുള്ള ഒന്നാണ് കർമ്മക്ഷേത്രം. അതായത് എന്നെന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല ഈ ഭൗതിക പ്രകൃതി എന്നുള്ള കർമ്മക്ഷേത്രം, അത് ക്ഷയിച്ചു പോകുന്നു. എന്നാൽ ഈ കർമ്മക്ഷേത്രമായിട്ടുള്ള ശരീരത്തിന് ഉടമയായിട്ടുള്ള ക്ഷേത്രത്തിന് അങ്ങനെയല്ല, ക്ഷേത്രത്തിന് ശാശ്വതനാണ്.
അങ്ങനെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളാണ് ഈ രാഗദ്വേഷങ്ങൾ, സുഖ ദുഃഖങ്ങൾ, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവ. സ്ഥൂല ശരീരം മൂലം ആ സ്ഥൂല ശരീരം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ശരീരത്തിന് ജീവനുണ്ട് എന്ന് വിശ്വാസം വരുന്നു. നമുക്ക് സൂക്ഷ്മ ശരീരമോ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ആ സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ ആ മനസ്സുൾപ്പെടെയുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചേർന്നിട്ടുള്ള സൂക്ഷ്മ ശരീരമാണ്. ആ ശരീരത്തിലാണ് നമുക്ക് ഒരു പ്രത്യേക വസ്തുവിനോടുള്ള ഇഷ്ടം, അനിഷ്ടം, ദേഷ്യം ഇതെല്ലാം രൂപപ്പെടുന്നത് മനസ്സിലാണ്. അപ്പോൾ അതാണ് സൂക്ഷ്മ ശരീരം. രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ ഇതെല്ലാം അറിയുന്നത്, ഫീൽ ചെയ്യുന്നത് മനസ്സിലാണ്. മനസ്സും ബുദ്ധിയും ചേർന്നിട്ടാണ് നമുക്ക് ശരീരത്തിന് യോജ്യമായിട്ടുള്ള വസ്തുക്കളെ തിരഞ്ഞെടുക്കുന്നു. ചിലവ ഇഷ്ടമല്ല, ചിലത് ഇഷ്ടം, ചിലത് വളരെയധികം ഇഷ്ടമാണ്, ചിലതിനോട് വളരെയധികം അടുപ്പം കാണിക്കുന്നു, ചിലതിനോട് നമുക്ക് വൈരാഗ്യം വരുന്നു. അതാണ് രാഗദ്വേഷങ്ങൾ. മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാണ് അതിനെക്കുറിച്ചുള്ള ഫീലിംഗ് വരുന്നത്. അയാളുടെ ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ അസൂയയോ വൈരാഗ്യമോ ഇതെല്ലാം തന്നെ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് രൂപപ്പെടുന്നത് ആ മനസ്സിലാണ്. അപ്പോൾ മനസ്സും ബുദ്ധിയും ചേർന്നുള്ള സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലോ ജീവലക്ഷണങ്ങളും ദൃഢവിശ്വാസവും ഇതെല്ലാം തന്നെ സ്ഥൂല ശരീരത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യാഹങ്കാരത്തിന്റെ സ്ഥൂലമായ പ്രതിനിധാനങ്ങളാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഭൗതിക സങ്കല്പത്തിന്റെ അഥവാ അജ്ഞാന വിധേയമായ തമോമയമായ ബുദ്ധിയുടെ ആദ്യ രൂപങ്ങളാണ് ഈ പഞ്ചമഹാഭൂതങ്ങൾ. ഇവ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇങ്ങനെ അവ്യക്ത ദശയിലെ ത്രിഗുണങ്ങളെ പ്രതിപ്രധാനം എന്ന് പറയുന്നു. അപ്പോൾ പ്രകൃതി തന്നെ അവ്യക്തമായിട്ടുള്ള രൂപം കൊള്ളാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് പ്രധാനം എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ 24 മൂലകങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരത്തിന് 6 വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുൽപാദനം, ക്ഷയം, മരണം. അപ്പോൾ അതാണ് പ്രഭുപാദ പറയുന്നത്, ഒരിക്കലും സ്ഥായിയായിട്ടല്ലാത്ത, അതായത് അസ്ഥിരമായിട്ടുള്ള ഒന്നാണ് ഈ ശരീരം. എന്നാൽ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ക്ഷേത്രജ്ഞനാണെങ്കിലോ ശാശ്വതനാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ശാശ്വതനായിട്ടുള്ള ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ശരീരം സ്വീകരിച്ച് അത് താനാണ് എന്നുള്ള അവബോധത്തോടുകൂടി, അതിനോട് ആസക്തിയോടുകൂടി ആ ശരീരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധുമിത്രാദികളെല്ലാം തന്റെ ബന്ധുമിത്രാദികളാണ് എന്നുള്ള ആസക്തിയിൽ, ആഗ്രഹത്തിൽ പ്രവർത്തിച്ച് സന്തോഷവും സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ആ ക്ഷേത്രജ്ഞന് ആ ശരീരം വിട്ട് വേറൊന്നിലേക്ക് പോകണമെന്ന് വരുന്നത്. അപ്പോൾ ആ ശരീരത്തോടുള്ള അതിയായിട്ടുള്ള ആസക്തി ആ ശരീരം വിടാൻ ക്ഷേത്രജ്ഞന് മടിയാകുന്നു. ആ ക്ഷേത്രത്തിന് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നു. എങ്കിലും ആ ഭൗതിക പ്രകൃതി ക്ഷേത്രജ്ഞനെ ആയിട്ടുള്ള ജീവാത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് ബലമായിട്ട് പുറംതള്ളുകയാണ്. കാരണം ഈ ശരീരത്തിനുള്ളിൽ വസിക്കാനുള്ള ആ ക്ഷേത്രജ്ഞന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം മരിച്ച ഉടനെ തന്നെ ആ ശരീരത്തെ ദഹിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ടാണ്. കാരണം ആ ജീവാത്മാവ് അവിടെ തന്നെ ഉണ്ടാകുമത്രേ. കാരണം ആ ശരീരത്തിനോടുള്ള ആസക്തി മൂലം. അപ്പോൾ അവിടെ നിന്ന് പുറത്ത് പോകാനായിട്ട് കൂട്ടാക്കുകയില്ല എന്നാണ് ഗരുഡ പുരാണത്തിലെല്ലാം പറയുന്നത്. അതുകൊണ്ട് ആ ശരീരത്തെ വേഗം തന്നെ ദഹിപ്പിച്ചു കളയുന്നു. അപ്പോൾ പിന്നീട് ആ ശരീരം കാണാതെയാകുമ്പോൾ പിന്നീട് ക്ഷേത്രജ്ഞൻ, അതായത് ജീവാത്മാവ് അവിടെ നിന്ന് പിന്നെ തന്റെ അടുത്ത വാസസ്ഥാനത്തേക്ക് പോകാനായിട്ട് റെഡിയാകുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഞാൻ കേട്ടതാണത്. ശരിയായിട്ടുള്ള കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ശരീരം എന്നുള്ളത് അതാണ്, ക്ഷയിക്കുന്നു, സ്ഥിരമായിട്ടുള്ളതല്ല. അപ്പോൾ 24 ഘടകങ്ങൾ ശരീരത്തിന്റെ ഇതാണ് എന്ന് പറയുന്നു. ഇനി ഭഗവാൻ ജ്ഞാനം എന്നാൽ എന്താണ്? ജ്ഞാനത്തിന്റെ പ്രക്രിയ. ജ്ഞാനം എന്നുള്ളതിനെക്കാട്ടിലും ജ്ഞാനം എന്നുള്ളത് ഭഗവാനെയും ജീവാത്മാവിനെയും ഈ ശരീരത്തെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി
നമ്മൾ എന്തെല്ലാം ചെയ്യണം, നമ്മിൽ എന്തെല്ലാം ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ മാത്രം ഈ ജ്ഞാനം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അതാണ് ജ്ഞാനത്തിന്റെ പ്രക്രിയ എന്ന് പ്രഭുപാദ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മിൽ എന്തെങ്കിലും ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമ്മിൽ എന്തെങ്കിലും ഗുണങ്ങൾ അല്ലെങ്കിൽ യോഗ്യത ആവശ്യമുണ്ടോ? ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം, ഈ ക്വാളിറ്റി, ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാൾക്ക് ശരിയായിട്ടുള്ള ജ്ഞാനത്തെ കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യ അഹങ്കാരം ഇല്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെ കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖ ദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണ് എന്നും അല്ലാത്തവ ഒന്നും ജ്ഞാനമല്ല എന്നും ഭഗവാൻ പറയുന്നു. ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണ് എന്നും ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ വിശദീകരിക്കുന്നു. വിനയം എന്ന് പറയുമ്പോൾ അമാനിത്വം എന്ന് പറയുമ്പോൾ വിനയം എന്നാണ് പ്രഭുപാദ പറയുന്നത്. വിനയത്തോടുകൂടി മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണമെന്ന ആഗ്രഹമില്ലാതെ, ഗർവില്ലായ്മ, അധംബിത്വം, അഹങ്കാരം, താൻ ഒരു വലിയ മനുഷ്യനാണ് എന്നുള്ള ഒരു അഹങ്കാരമില്ലായ്മ, കൂടാതെ പ്രഭുപാദ പറയുന്നത് ഈ ശരീരമല്ല താൻ എന്ന് ബോധ്യപ്പെട്ട പൂർണ്ണജ്ഞാനിയായ ഒരാൾക്ക് മാന അപമാനങ്ങൾ പ്രശ്നമാകുന്നില്ല. അപ്പോൾ അങ്ങനെ അഹങ്കാരം, ഞാൻ എന്നുള്ള അഹംഭാവം ഇല്ലായ്മ, അഹിംസ, എല്ലാ ജീവജാലങ്ങളെയും അവരെല്ലാം ഭഗവത് അംശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കാർക്കും ഒരു ഉപദ്രവം കൊടുക്കാതിരിക്കുക, ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവർ ഹിംസാനിരതരെന്ന് തന്നെ കരുതാം എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ദോഷം വരാത്ത വിധത്തിൽ പെരുമാറുന്നവർ, മറ്റുള്ളവരുടെ ആധ്യാത്മിക തലത്തിലേക്കുള്ള ഉയർച്ചയെ തടുക്കാത്തവർ, പിന്നെ ക്ഷമ, ശാന്തിർ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം പൊറുക്കാൻ പരിശീലിക്കണം. ലാളിത്യം, ആർജവം, ശത്രുവിനോട് പോലും ആർജവത്തോടെ എല്ലാം തുറന്നു പറയാനുള്ള കഴിവ്, അതാണ് ലാളിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 5 ഗുണങ്ങളോടുകൂടി, ഇത്രയും 5 ഗുണങ്ങൾ ഉള്ളവർ അവർ യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കാനായിട്ട് പരിശ്രമിക്കണം. ആചാര്യോപാസനം, ഒരാചാര്യനെ, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ വിനയത്തോടുകൂടി ക്ഷമയോടുകൂടി ആ ഒരു ആചാര്യനെ സമീപിച്ച് അദ്ദേഹത്തോട് വിനയപുരസരം പെരുമാറി അദ്ദേഹത്തെ ആരാധിച്ച് അദ്ദേഹത്തിന്റെ സേവകൾ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വയം അഹംഭാവമുള്ളവന്, എനിക്കെല്ലാം അറിയാമെന്നുള്ളവന് ഒരിക്കലും ഒരു ഗുരുവിന്റെ മുന്നിൽ തലകുനിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഗുണങ്ങളെ കരസ്ഥമാക്കി ഒരു ആചാര്യനെ സമീപിക്കുക. എന്നിട്ടോ ആചാര്യന്റെ അടുക്കൽ ചെന്നിട്ട് ആചാര്യന്റെ നിർദ്ദേശപ്രകാരം ശൗചം, ശുചിത്വം എന്ന് പറഞ്ഞാൽ ശാരീരികവും ആന്തരികവുമായിട്ടുള്ള, ഇത് ശരീരത്തിന്റെ ശൗചം എന്നുള്ളത് നമ്മൾ കുളി മുതലായവ, പല്ല് തേപ്പ്, കുളി മുതലായവ ചെയ്തിട്ട് ചെയ്യുന്നു. ആന്തരികമായിട്ടുള്ള ശുചിത്വം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം മുതലായ ജപങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ നിർവഹിക്കുന്നു. പുറമേയും അകമേയും മാലിന്യമുള്ളതാണ് ഈ ശരീരം. മാനസികമായിട്ടും ശാരീരികമായിട്ടും മാലിന്യങ്ങൾ നമ്മൾ ഒരുപാടുണ്ട്. അനേക ജന്മങ്ങളിലെ മാലിന്യങ്ങൾ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ആ മനസ്സിനെ വൃത്തിയാക്കാനായിട്ടാണ് ജപം ചെയ്യുന്നത്. അപ്പോൾ ആ ജപം ഒരു ആചാര്യനിൽ നിന്ന് നമ്മൾ എന്താണ് ജീവിക്കേണ്ടത്, എങ്ങനെ മനസ്സിനെ പരിശുദ്ധമാക്കാം എന്നുള്ള അറിവ് സമ്പാദിക്കണം. അങ്ങനെ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ശുചിത്വത്തിനുള്ള അറിവ് സമ്പാദിച്ച് പിന്നീട് സ്ഥൈര്യം, സ്ഥിരത, അങ്ങനെ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാനായിട്ടുള്ള ദൃഢനിശ്ചയം എടുക്കുന്നു. ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മിൽ ഒരു നിശ്ചയം, ഇതാണ് ശരിയായ വഴി എന്ന് നമ്മൾ മനസ്സിലാക്കി
അതിലൂടെ മുന്നേറുവാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ ജപമെല്ലാം തുടങ്ങുന്നത്. ശരിയാണ്, ഗുരു പറയുന്നത് ശരിയാണ്, ഇതിലേ പോകുന്നതാണ് എനിക്ക് യോജിച്ചത്, ഇതാണ് പൂർണ്ണതയിലേക്കുള്ള വഴി എന്ന് മനസ്സിലാക്കി നമ്മൾ ആ വഴി തിരഞ്ഞെടുക്കുന്നു. അതിലെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുന്നു. അത് സ്ഥൈര്യം, സ്ഥിരതയോടുകൂടി. അങ്ങനെ ആത്മസംയമനം, ഇന്ദ്രിയ നിയന്ത്രണം വളർത്തുകയായി. അത് പ്രധാനമാണ് എന്ന് ഗുരു പറഞ്ഞു തരുന്നു. കാരണം ആത്മീയ പുരോഗതിക്ക് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും നമ്മൾ നിയന്ത്രിക്കണം. പ്രധാനമായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. കണ്ണിന് അനാവശ്യമായുള്ളതെല്ലാം കാണാനോ, നാവിന് അനാവശ്യ ഭഗവത് പ്രസാദമല്ലാതെ ഒന്നും കഴിക്കാതിരിക്കാനോ എല്ലാമുള്ള നിയന്ത്രണം നമ്മൾ പരിശീലിക്കണം. അങ്ങനെ പരിശീലിച്ച്, അതാണ് ആത്മസംയമനം. ആധ്യാത്മിക പുരോഗതിക്ക് ദോഷകരമായ ഒന്നും അംഗീകരിക്കാതിരിക്കുക, ഇന്ദ്രിയ നിയന്ത്രണം. ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ നമ്മൾ എന്ത് സമ്പാദിക്കുന്നു? ഭൗതിക വിഷയങ്ങളിൽ നമ്മൾ വൈരാഗ്യം, വിരക്തി സമ്പാദിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരമുള്ള ചിട്ടവട്ടങ്ങളിലൂടെ നമ്മൾ ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു എന്താണ് പറയുന്നത്, ഭഗവാന്റെ സേവകളും കൂടാതെ ആ സാധനാ ഭക്തിയും എല്ലാം പരിശീലിച്ചു വരുമ്പോൾ ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ഭൗതികമായിട്ടുള്ള എല്ലാത്തിനോടും, അനാവശ്യമായിട്ടുള്ളതിനെല്ലാത്തിനോടും നമുക്ക് വിരക്തി വളർന്നു വരുന്നു. ആവശ്യമില്ലാത്ത വാശിക്ക് നാം വഴങ്ങിപ്പോകരുത്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതുവരെ നിയന്ത്രിക്കാതെ നമ്മൾ അതിനെ അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് പലതും, നാവിന് പല വസ്തുക്കളും കഴിക്കണമെന്ന് തോന്നും, കണ്ണിന് പലതും കാണണം, വായിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് തോന്നും, ചെവിക്ക് പലതും കേൾക്കണമെന്ന് തോന്നും. പക്ഷെ അതിനെയെല്ലാം നമ്മൾ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളുടെ വാശിക്ക് നമ്മൾ വഴങ്ങാതിരിക്കുക. ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുന്നതിനുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ ശരീരത്തെ സജ്ജമാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതായത് ആ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുക. അല്ലാതെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതിരുന്നാൽ ആ ഇന്ദ്രിയങ്ങൾ സ്വമേധയാ നമുക്ക് വശംവദരാകുന്നു. അങ്ങനെ ഞാൻ എന്നുള്ള ശരീരബോധത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്നു. അതാണ് മിഥ്യാ അഹങ്കാരം ഇല്ലായ്മ. ഞാൻ ശരീരമോ മനസ്സോ ആണ് എന്നുള്ളത് നിരാകരിക്കുക. ഞാൻ ശരീരമല്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. മിനിമം ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രം, ശരീരത്തിന് ആരോഗ്യം വളർത്താൻ വേണ്ടിയിട്ടുള്ള മാത്രം ഉറക്കം. അങ്ങനെ നമ്മൾ ഒരു ശരീരത്തെ നിയന്ത്രിക്കുന്നു. അനാവശ്യമായിട്ട് ശരീരത്തെ നമ്മൾ ലാളിച്ച് പോഷിപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ ശരീരമല്ല എന്നുള്ള ആ മിഥ്യ അഹങ്കാരത്തിൽ നിന്നുള്ള മോചനം നമ്മിൽ ഉണ്ടാകുന്നു. അതുവരെ ദേഹബോധത്തിൽ നമ്മൾ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള അവബോധത്തിൽ ശരീരത്തെ ലാളിച്ച് പോഷിപ്പിച്ച് ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുത്ത് നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ ആധ്യാത്മിക തലത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ നിയന്ത്രണം പാലിക്കുന്നു. അങ്ങനെ ശരീരബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പരിശ്രമിക്കുകയാണ്. ഞാൻ കൃഷ്ണന്റെ സേവകനാണ് എന്ന് അംഗീകരിക്കുക, സ്വയം മനസ്സിൽ അംഗീകരിക്കണം. അപ്പോൾ നമ്മിൽ ആ ഒരു അറിവുണ്ടാകുന്നു. ഏതറിവ്? ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെ കുറിച്ചുള്ള ബോധം. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം, അത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അതുവരെ ശരീരബോധത്തിലുള്ളപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ജനിക്കുന്നതും മരിക്കുന്നതും വാർദ്ധക്യം ബാധിക്കുന്നതും ചിലർ അസുഖം പിടിച്ച് കിടക്കുന്നതും എല്ലാം കാണുന്നുണ്ടെങ്കിലും അതെല്ലാം എനിക്കും സംഭവിക്കുമെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതാണ് പാണ്ഡവരുടെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവൻ യക്ഷന്റെ പ്രശ്നത്തിൽ പറയുന്നത്. അതായത് യക്ഷൻ പ്രശ്നം ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചതാണ്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ആശ്ചര്യകരമായിട്ട് തോന്നിയത് എന്താണ്? അപ്പോൾ മറ്റുള്ളവർ, തന്റെ കൂടെയുള്ളവരെല്ലാവരും മരിക്കുമ്പോഴും ഒരാൾ തനിക്കും അത് സംഭവിക്കുമെന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ മരണത്തെ ചെറുക്കാനുള്ള നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല.
ഒരു ദിവസം ഞാനും ഇതേപോലെ ആകും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ, ഇനി ഒരു പുനർജന്മം ഇല്ലാതിരിക്കാൻ, ഇനി ഒരു ജനനം മരണം ഇല്ലാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. അതാണ് വളരെ ആശ്ചര്യകരമായിട്ടുള്ള സംഭവം. പക്ഷെ ഇവിടെ ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ ഈ ദുഃഖാത്മകതയെ കുറിച്ച് സ്വയം മനസ്സിലാക്കുന്നു. ഒരാൾ ഒരു കഠിനമായ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ സ്വയം ചെറുക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് ശരിയായ ഉറവിടത്തിൽ നിന്ന് ഇവയെക്കുറിച്ച് പതിവായി കേൾക്കുക. അങ്ങനെ ഭൗതിക ജീവിതത്തോട് വെറുപ്പ് തോന്നണം. ഭൗതിക ജീവിതം എന്നുള്ളത് ഒന്നാമത് അനിത്യമാണ്, ശാശ്വതമായിട്ടുള്ളതല്ല. രണ്ടാമത് ജനനം, മരണം, വാർദ്ധക്യം, ജരാനരകൾ, പിന്നീട് ഇതെല്ലാം ചേർന്നതാണ്. അപ്പോൾ അതിനോടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ശരീരം എന്നുള്ളത് ഇതെല്ലാം ചേർന്നതാണ്. ജന്മ, മൃത്യു, ജരാവ്യാധി, ദുഃഖ ദോഷാനുദർശനം, അതിന്റെ ദുഃഖാത്മകത. അപ്പോൾ ദുഃഖം മാത്രം തരുന്നതാണ് ഈ ശരീരം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ദുഃഖാലയം അശാശ്വതവും, ദുഃഖത്തിന്റെ ആലയവുമാണ്, അശാശ്വതവുമാണ് ഈ ശരീരം. അങ്ങനെയുള്ള ശരീരത്തോട് നമ്മൾ അതിയായ ആസക്തി കാണിച്ച് ആ ശരീരത്തിനെ ലാളിച്ച് പോഷിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് വെറുപ്പ് വരുന്നു. ക്രമേണ ശരിയായിട്ടുള്ള അറിവ് ലഭിക്കുമ്പോൾ അങ്ങനെ വൈരാഗ്യം, അനാസക്തി ഉണ്ടാകുന്നു. കൃഷ്ണന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാൻ. കാരണം ഈ ശരീരം എന്തായാലും മണ്ണടിയാൻ പോകുന്നതാണ്. എന്നാൽ ജീവാത്മാവോ ശാശ്വതനാണ്. ആ ജീവാത്മാവ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഭഗവാനുമായിട്ട് ആ ജീവാത്മാവിനെ ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൻ്റെതാണ് എന്ന് വിചാരിക്കുന്നതെല്ലാം, ഭൗതികമായിട്ടുള്ളതിനെ എല്ലാം ത്യജിക്കാനായിട്ട് നമ്മൾ പരിശീലിക്കുന്നു. അങ്ങനെ പരിശീലിക്കുമ്പോൾ, എല്ലാം ത്യജിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള ആസക്തി, ആ നമ്മളെ ശരീരത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ആസക്തിയാണ്. അതെല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് ഭഗവാന്റെ സേവകൾ ചെയ്ത് അവരെയും കൂടെ ആധ്യാത്മികതയിലേക്ക് ഉയർത്തുകയാണ് ഒരു ഗൃഹനാഥന്റെ ശരിയായിട്ടുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യം. പക്ഷേ ഭാര്യയും മക്കളും അതിന് തയ്യാറായില്ലെങ്കിലോ സ്വന്തം കടമകൾ നിർവഹിക്കുക, അത്രമാത്രം ആസക്തി ഇല്ലാതാക്കുക. അങ്ങനെ ആസക്തി ഇല്ലാതാക്കുക. കൃഷ്ണാവബോധത്തോടെ ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാവരോടും ഫാമിലിയോട് കൂടി തന്നെ ഇരുന്ന് അത് പരിശീലിക്കണം. എന്നാൽ കൃഷ്ണാവബോധത്തിന് അനുകൂലമല്ലെങ്കിൽ ത്യജിക്കുക. ഒരു ഗൃഹനാഥന്റെ കർത്തവ്യമാണ്. തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർ, തന്റെ ഭാര്യയും മക്കളും അച്ഛനമ്മമാരും എല്ലാം ഗൃഹനാഥനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെ എല്ലാം കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുകയും അവരും ഭഗവത് അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ്. അവരെയും കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്താനുള്ള ആ ഒരു ഡ്യൂട്ടി, കർത്തവ്യം ആ ഗൃഹനാഥനുണ്ട്. പക്ഷെ അവർ അതിനെ ചെറുക്കുകയാണെങ്കിൽ, അവർക്ക് ഭൗതികത മതി, ഞങ്ങൾക്ക് നിങ്ങളുടെ കൃഷ്ണാവബോധമൊന്നും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ശരി, അവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ആസക്തി കുറയ്ക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കാരണം നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് കുറയ്ക്കാൻ, മെന്റലി അറ്റാച്ച്മെന്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, നിത്യം ച സമചിത്തത്വം, ഇഷ്ടാനിഷ്ടോപപത്തിഷു. അതായത് ശാരീരികമായിട്ട് ലഭിക്കുന്നതാണ് ഈ സുഖവും ദുഃഖങ്ങളും എല്ലാം. ഭൗതിക നേട്ടത്തിലോ നഷ്ടത്തിലോ ആഹ്ലാദിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. അഭേദ്യമായ ഭക്തി നിർവഹണം ചെയ്ത് ആ ശരീരബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. അങ്ങനെ ഭഗവാനിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി വളർത്തിയെടുക്കുക. ഇങ്ങനെ ശാരീരികമായിട്ട് ഭൗതികമായിട്ടുള്ള വിരക്തി വളർന്നു വരുമ്പോൾ ഭഗവാനിൽ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ആസക്തി വളർന്നു വരുന്നു. നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ആസക്തി ഉണ്ടാകണം. കാരണം നമുക്ക് ഒരു ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആഗ്രഹങ്ങളെ നമുക്കൊരിക്കലും ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആഗ്രഹങ്ങളുടെ വഴി തിരിച്ചു വിടുക. ഭൗതികമായിട്ടുള്ള വസ്തുക്കളിലുള്ള ആഗ്രഹത്തെ ആധ്യാത്മികമായിട്ട് കൃഷ്ണന്റെ സേവനത്തിലേക്കുള്ള
ആഗ്രഹമായിട്ട് നമ്മൾ വഴിതിരിച്ചു വിടണമെന്ന്. അങ്ങനെ നമുക്ക് ക്രമേണ ആ ജന്മമൃത്യു ജരാവ്യാധിയെ കുറിച്ചുള്ള അറിവും ഭൗതികമായിട്ടുള്ളതെല്ലാം തന്നെ ദുഃഖമാണ് എന്നുള്ള ആ ഒരു അറിവും, കൂടാതെ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം തന്നെ നമ്മുടെ തീരുമാനത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ള അറിവും, ഇതെല്ലാം ചേരുമ്പോൾ ഭൗതികമായിട്ടുള്ള വിരക്തി സ്വാഭാവികേന നമ്മിൽ വളർന്നു വരുന്നു. അങ്ങനെ ഭഗവാനിൽ നിഷ്കളങ്കമായിട്ടുള്ള അനന്യമായിട്ടുള്ള ഭക്തി നമുക്ക് വളർത്തുവാൻ സാധിക്കുന്നു. കാരണം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? പിന്നീട് നമുക്ക് ആ ഒരു നഗരത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നും. കാരണം ആരും തന്നെ കൃഷ്ണാവബോധത്തിലുള്ളവരല്ല. അവരെല്ലാവരും തന്നെ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ അവരുടെ ഭൗതികതയോടുള്ള ആസക്തി കാണുമ്പോൾ അതെല്ലാം തന്നെ വ്യർത്ഥമല്ലേ എന്ന് മനസ്സിലാക്കി നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഏകാന്തമായ സ്ഥലത്ത് പോയി ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. കാരണം കൃഷ്ണാവബോധത്തോടുകൂടി ഭഗവാന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കും. അതങ്ങനെയാണല്ലോ. സിഗരറ്റ് വലിക്കുന്നവർ വീട്ടിലിരുന്ന് സിഗരറ്റ് വലിക്കില്ല. കാരണം വീട്ടിൽ വേറെ ആരും സിഗരറ്റ് വലിക്കില്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി സിഗരറ്റ് വലിക്കാനുള്ള ഒരാഗ്രഹം. അതുപോലെ മദ്യപാനം ചെയ്യുന്നവരുടെ ഒപ്പം മദ്യപാനം ചെയ്യാനുള്ള ഒരാഗ്രഹം. അതുപോലെ ഭക്തന്മാർ, നമ്മൾ പോസിറ്റീവാണ്, ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് ഇടപഴകുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. ഭക്തന്മാരല്ലാത്തവരുമായിട്ടുള്ള സംസർഗം അവർ ഒഴിവാക്കുന്നു. അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ, അതായത് ആൾക്കൂട്ടം എപ്പോഴും ഭൗതികതയോട് ആസക്തി ഉള്ളവരായിരിക്കും. അതിലോട് ഇടപെടാതെ നമുക്ക് വേറിട്ട് നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം, മറ്റുള്ളതെല്ലാം തന്നെ ഭൗതികമായിട്ടുള്ളതെല്ലാം വ്യർത്ഥമാണ്. വ്യർത്ഥ വിനോദങ്ങൾ, സിനിമ പ്രദർശനങ്ങൾ, സാമൂഹ്യ ആഘോഷങ്ങൾ, ഇവയെല്ലാം ഭക്തിയോട് ബന്ധമില്ലാത്തതും സമയം പാഴാക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നമ്മൾ സ്വയം സാധനകൾ ചെയ്ത്, സ്വയം സ്വാധ്യായം ചെയ്ത്, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ആ ജീവാത്മാവിനെ പരിപൂർണനാക്കാൻ, വീണ്ടും ഭഗവാനോട് ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെ കുറിച്ച് അന്വേഷിക്കൽ. തത്വചിന്തയിലൂടെ എന്ന് പറയുമ്പോൾ ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് ആചാര്യമുഖത്ത് നിന്ന് സ്വാധ്യായം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു. ഭഗവാനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ്. ശരിയായിട്ടുള്ള ആ ഭഗവാന്റെ താത്വികമായിട്ടുള്ള അർത്ഥത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. പക്ഷേ ഉപയോഗശൂന്യമായ ഗവേഷണങ്ങളും തത്വശാസ്ത്ര വിഷയങ്ങളും നിരസിക്കുക, അതൊന്നും തന്നെ വേണ്ട. പിന്നെയോ നേരിട്ടുള്ള ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇതെല്ലാം തന്നെയാണ് ജ്ഞാനത്തിന്റെ പ്രക്രിയ. ജ്ഞാനം കരസ്ഥമാക്കാൻ, ഭഗവാനെ കുറിച്ചുള്ള, ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം കരസ്ഥമാക്കാനുള്ള പ്രക്രിയ ഇതെല്ലാമാണ് എന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കലാണ് അറിവ് നേടുന്നതിനുള്ള യഥാർത്ഥ രീതി എന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങൾ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെല്ലാം വളർത്തിയെടുക്കുന്നതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം കരസ്ഥമാക്കാനുള്ള വഴി. ഈ അറിവുകൾക്കപ്പുറം ഊഹിക്കപ്പെടുന്നത് എന്തും അജ്ഞതയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതല്ലാതെ ഉള്ളതെല്ലാം, ഈ ഭൗതിക പ്രകൃതിയിൽ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരസ്ഥമാക്കുന്നതെല്ലാം തന്നെ അതെല്ലാം അജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ, ജ്ഞാനത്തിന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അറിയേണ്ടതായിട്ടുള്ള ജ്ഞേയം എന്ന് അർജുനൻ ചോദിച്ചു. അറിയേണ്ടതായിട്ടുള്ളത് എന്താണ് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നത്. അറിയേണ്ടവയും എല്ലായിടത്തും നിലനിൽക്കുന്നതും സർവവ്യാപിക്കുന്നതുമായ പരമാത്മാവിനെ അറിയാൻ ആത്മാവിന് കഴിയും. പരമാത്മാവിന് അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളുണ്ട്. പരമാത്മാവാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉറവിടം. പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നു. അങ്ങനെ ഭക്തന് മാത്രമേ കർമ്മക്ഷേത്രം, അതായത് ശരീരം, ജ്ഞാനത്തിന്റെ പ്രക്രിയ, ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിനെയും
ജീവാത്മാവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശരീരബോധത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. ശരീരം എന്താണ്, ജീവാത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ് എന്ന ശരിയായിട്ടുള്ള അറിവ് നമ്മൾ മനസ്സിലാക്കുക. ഏതൊന്നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിന് ഉതകുമോ? ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചിട്ടുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ബ്രഹ്മം എന്നുള്ളത് ഭഗവാനെ സദാസമയവും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്നുള്ളത് ജീവാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പ്രഭുപാദ പറയുന്നു. അതായത് ഭഗവാനെ കുറിച്ചുള്ള, ഭഗവാന്റെ ബ്രഹ്മൻ റിയലൈസേഷൻ അല്ല, ബ്രഹ്മജ്യോതിയെ കുറിച്ചല്ല, ജീവാത്മാകാവുന്ന ബ്രഹ്മത്തെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം സദാസമയവും എല്ലാ കാലവും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ജീവാത്മാവ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ജീവാത്മാവിനെ കുറിച്ച് ഇവിടെ ഭഗവാൻ പറയുകയാണ്. ആരാണ് ജ്ഞേയ എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് ആരെയാണ്? ജീവാത്മാവ്. ഇവിടെ വിജ്ഞാന ബ്രഹ്മം, രണ്ടു തരത്തിലുള്ള ബ്രഹ്മമുണ്ട്. വിജ്ഞാന ബ്രഹ്മമായിട്ടുള്ള ജീവാത്മാവും ആനന്ദ ബ്രഹ്മമായിട്ടുള്ള പരമാത്മാവും. അപ്പോൾ വിജ്ഞാന ബ്രഹ്മമായിട്ടുള്ള ജീവാത്മാവ് അറിയേണ്ട വിഷയം മാത്രമാകുന്നു. എന്നാൽ ആനന്ദ ബ്രഹ്മമായിട്ടുള്ള പരമാത്മാവ് അറിയേണ്ട വിഷയവും കൂടാതെ സ്വയം അറിയുന്നവനുമാണ്. എന്നാൽ ജീവാത്മാവിനോ നമുക്ക് സ്വയം അറിഞ്ഞുകൂടാ. നമ്മളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമുക്ക് സ്വയം ഇല്ല. എന്നാലോ നമ്മൾ അറിയണം, ജീവാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധനാകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ പരമാത്മാവാണെങ്കിലോ പരമാത്മാവിന് സ്വയം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പരമാത്മാവ് സ്വയം അറിയുന്നവനാണ്. എന്നാൽ ജീവാത്മാവിന് ആ അറിവ് ഇനി ലഭിക്കണം. കാരണം അജ്ഞാനത്തിൽ ആക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ജീവാത്മാവിന് അറിവിലൂടെ പരിശുദ്ധനാക്കണം. അങ്ങനെ ആ ജ്ഞേയത്തെ, അതായത് അറിയേണ്ടുന്നവയെ കുറിച്ച് നമ്മൾ അറിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തെന്നാണ്? ജീവിതത്തിന്റെ അമൃതം നുകരാ. അമൃതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നീട് പുനർജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അമൃതം കഴിക്കുന്നതിലൂടെ നമ്മൾ മരണത്തെ മറികടക്കുന്നു. അപ്പോൾ ആ ജീവിതത്തിന്റെ അമൃതത്തെ നുകരുവാൻ പരമാത്മാവിനെയും ജീവാത്മാവിനെയും കുറിച്ചുള്ള അറിവ് നമ്മൾ കരസ്ഥമാക്കുക. അപ്പോൾ ജീവാത്മാവിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതാണ് സദാസമയവും ആ പരമാത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നവനാണ് ജീവാത്മാവ്. ഇനി പരമാത്മാവാണെങ്കിലോ സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. ആ പരമാത്മാവ്, കാരണം ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുകയാണ് പരമാത്മാവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം, കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പരമാത്മാവ് അനേകം രൂപങ്ങൾ എടുക്കുകയാണ്. കാരണം ഓരോ ശരീരത്തിലും പ്രവേശിക്കണം, ചരാചരങ്ങളായിട്ടുള്ള എല്ലാ ശരീരങ്ങളിലും പ്രവേശിക്കണം പരമാത്മാവിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് അനേക കൈകാലുകൾ, മുഖങ്ങൾ, കണ്ണുകൾ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പരമാത്മാവ് സർവവ്യാപിയായിരിക്കുന്നു. അപ്പോൾ ഇത് ജീവാത്മാവിനെ കുറിച്ചുള്ളതല്ല, തീർച്ചയായിട്ടും പരമാത്മാവാണ് സർവവ്യാപിയായിരിക്കുന്നത്. ഈ വാക്യം ജീവാത്മാവിനെയല്ല പരമാത്മാവിനെയാണ് വിവരിക്കുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ ശക്തമായി സ്ഥിരീകരിക്കുന്നു. കാരണം എല്ലാ ദിക്കിലും എല്ലാ ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്നത് പരമാത്മാവാണ്. അതുകൊണ്ട് എണ്ണമറ്റ കൈകളും കാലുകളും നേത്രങ്ങളും അസംഖ്യം ജീവികളും പരമാത്മാവിന്റെ ഈ ശരീരത്തിൽ നിലകൊള്ളുന്നു. ഈ പരമാത്മാവ് സർവവ്യാപിയുമാണ്. വ്യക്തിഗത ജീവാത്മാവിന് എല്ലായിടത്തും കൈകാലുകളോ കണ്ണുകളോ ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. കാരണം വ്യക്തിഗത ജീവാത്മാവ് ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രമാണ് വസിക്കുന്നത്. എന്നാൽ പരമാത്മാവ് എല്ലാ ശരീരങ്ങളിലും വസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നു. അതായത് സർവതഃ പാണിപാദം തത്, എല്ലായിടത്തും കൈകാലുകളും, സർവതോക്ഷി ശിരോമുഖം, എല്ലാ ദിക്കിലും കണ്ണുകളും ശിരസും എല്ലാമുള്ള, മുഖങ്ങളുമുള്ള ആ ഭഗവാൻ സർവത്ര ശുചിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി, എല്ലാത്തിനെയും ആവരണം ചെയ്തുകൊണ്ട് അദ്ദേഹം
തിഷ്ഠതി എന്നാണ് പറയുന്നത്. അദ്ദേഹം നിൽക്കുന്നു എന്ന്. തന്റേതായ ദിവ്യഗ്രഹത്തിൽ സദാ വിഹരിച്ചു കൊണ്ടിരിക്കെ തന്നെ സർവവ്യാപിയുമാണ് അദ്ദേഹം. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വന്തം ധാമത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ഇനി ആ പരമാത്മാവിനെ കുറിച്ച് വീണ്ടും വിവരിക്കുകയാണ്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃച. സർവ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്, ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. അപ്പോൾ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ആ പരമാത്മാവ്. ഉൽപ്പത്തി സ്ഥാനം ആ പരമാത്മാവാണ്. എങ്കിലും അദ്ദേഹം ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഒരു ശരീരത്തിൽ നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തിന് ഭൗതികമായ ഇന്ദ്രിയങ്ങളൊന്നും തന്നെയില്ല. അദ്ദേഹം ഏതവസ്ഥയിലും ആധ്യാത്മികൻ തന്നെയാണ്. ഏത് ശരീരത്തിനുള്ളിൽ, ഒരു പന്നിയുടെ ശരീരത്തിലാണെങ്കിലും ഒരു ഉറുമ്പിന്റെ ശരീരത്തിനുള്ളിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം എന്നുള്ളത് ആധ്യാത്മികം തന്നെ. അദ്ദേഹം ഒരിക്കലും ഭൗതികവുമായിട്ട് കൂടിക്കലരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭൗതികമായ ഇന്ദ്രിയങ്ങളോ ഭൗതികമായ ഗുണങ്ങളോ ഇല്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ആധ്യാത്മികൻ തന്നെ. സകല ജാലങ്ങളെയും നിലനിർത്തി പോരുന്നു. എങ്കിലും അദ്ദേഹം ഭൗതികതയിൽ ആസക്തനല്ല. അദ്ദേഹം ഒന്നിലും ആസക്തനല്ല എന്ന്. ത്രിഗുണാതീതനാണ്. കാരണം ഈ മൂന്ന് ഗുണങ്ങളും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, നമ്മളെ ബാധിക്കുന്നു. എങ്കിലും ജീവാത്മാവും പരമാത്മാവും ഒരേപോലെ തന്നെ ഒരേ ശരീരത്തിന്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിലും ജീവാത്മാവിനെ മാത്രമാണ് ഈ ഗുണങ്ങൾ ബാധിക്കുന്നത്. കാരണം എന്താണ്? അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. എന്തുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒരേ ശരീരത്തിനുള്ളിൽ ഉണ്ടെങ്കിലും ജീവാത്മാവിനെ മാത്രം ഈ ഗുണങ്ങൾ ബാധിക്കുന്നു, പരമാത്മാവിനെ ബാധിക്കുന്നില്ല? ഹരേ കൃഷ്ണ. ജീവാത്മാവ് ശരീരബോധത്തിലുള്ളതുകൊണ്ടാണ്. അതെ, കറക്റ്റ്. ജീവാത്മാവ് ശരീരബോധത്തിലായതുകൊണ്ട്, ആ ശരീരമാണ് താൻ എന്നുള്ള തെറ്റായ മിഥ്യയായ അവബോധത്തിലായതുകൊണ്ട് ആ ജീവാത്മാവിനെ, ആ ശരീരത്തിന്റെ ഗുണങ്ങൾ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. ശരീരവുമായിട്ട് ജീവാത്മാവ് താതാത്മ്യം പ്രാപിക്കുന്നു. ആ ഗുണങ്ങളുടെ പ്രഭാവം ആ ശരീരത്തിന് ഉണ്ടാകുന്നു. എന്നാൽ പരമാത്മാവ് ആ ശരീരവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നില്ല. പരമാത്മാവ് ആ ശരീരത്തിനുള്ളിൽ ജീവാത്മാവിന്റെ സംരക്ഷകൻ മാത്രമായിട്ടാണ് നിലകൊള്ളുന്നത്. അതേസമയം അദ്ദേഹം ഈ ഭൗതിക പ്രകൃതിയുടെ യജമാനനുങ്ങളുമാണ്, ആ ത്രിഗുണങ്ങളുടെ യജമാനനാണ്. പക്ഷെ ആ ഗുണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. 16 പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മ ഭാവം മൂലം ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം. അപ്പോൾ ഈ ആധ്യാത്മികമായിട്ടുള്ളതെല്ലാം തന്നെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് അതിനെ നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഭൗതിക ഇന്ദ്രിയങ്ങൾ മൂലം കാണാൻ സാധിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ മാത്രമാണ്. അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇത് മാത്രമേ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് മാത്രമാണ് സ്ഥൂലമായിട്ടുള്ളത്, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം തന്നെ സൂക്ഷ്മമാണ്. സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അവയേക്കാൾ സൂക്ഷ്മമാണ് ജീവാത്മാവ്. അവയേക്കാൾ സൂക്ഷ്മമാണ്, ജീവാത്മാവിനെക്കാട്ടിലും സൂക്ഷ്മമായിരിക്കുന്നു പരമാത്മാവ്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. എങ്കിലും അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ട് എന്ന്. അപ്പോൾ ഉള്ളിൽ പരമാത്മാവായിട്ട് അദ്ദേഹം വസിക്കുന്നു, പുറത്താണെങ്കിലോ ഈ ഭൗതിക പ്രകൃതിയെ മുഴുവനും സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഭൗതിക പ്രകൃതിയുടെ മുഴുവനും സംരക്ഷകനായിട്ടും അദ്ദേഹം വസിക്കുന്നു.
പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാനോ കാണാനോ അറിയാനോ ഒന്നും സാധിക്കുന്നില്ല. എങ്കിലും ഇവിടെ പറയുന്നു അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം. അദ്ദേഹം തന്റെ ധാമം, ആധ്യാത്മിക ധാമം എന്ന് പറയുമ്പോൾ വളരെ വളരെ ദൂരമാണ്. ഭൗതിക പ്രപഞ്ചത്തിനും മീതെ വളരെയധികം ദൂരെയാണ് വൈകുണ്ഠധാമങ്ങളും ഭഗവാൻ കൃഷ്ണന്റെ ഗോലോക വൃന്ദാവനവും. എങ്കിലും അദ്ദേഹം വളരെ സമീപസ്ഥനുമാണ്. അതായത് പരമാത്മാവായിട്ട് ജീവാത്മാവിന്റെ സമീപം തന്നെ അദ്ദേഹം വസിക്കുന്നു. എങ്കിലും അദ്ദേഹം തന്റെ സ്വന്തം ധാമത്തിൽ സ്വന്തം രൂപത്തിലും അദ്ദേഹം വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭ വിഷ്ണു ച. ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്, ഏകനായി സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പരമാത്മാവായിട്ട് വസിക്കുവാൻ ഭഗവാൻ അനേകം രൂപങ്ങൾ എടുക്കുന്നു. ഏകനാണ് അദ്ദേഹം, ഒരേ ഒരു ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും അനേകം രൂപങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം വസിക്കുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹം വിഭജിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും അല്ല എന്ന് പറയുന്നു. അദ്ദേഹം അനേകം വിസ്തരണങ്ങൾ എടുക്കുകയാണ്. അല്ലാതെ ഒന്നിനെ നമ്മൾ ഖണ്ഡിച്ച് വരുമ്പോൾ ആ ഒന്ന് ഇല്ലാതാകുന്നത് പോലെ അല്ല ഭഗവാൻ. കാരണം ഭഗവാൻ അദ്ദേഹം ഏകനായിട്ട് തന്റെ ധാമത്തിൽ വസിക്കുകയും അതേ സമയം തന്നെ അദ്ദേഹം അനേകനായിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ ചരാചരത്തിലും വസിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ പരമാത്മരൂപേണ ഓരോരുത്തരുടെ ഹൃദയത്തിലും വാഴുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയം ശിഥിലീകരിച്ച് എന്ന് പറയാനാകുമോ എന്ന് പ്രഭുപാദ ചോദിക്കുന്നു. ഒരിക്കലുമില്ല. അദ്ദേഹം അതുകൊണ്ട് ശിഥിലീകരിച്ച് വരുന്നില്ല. കാരണം അദ്ദേഹം ഏകനാണെങ്കിലും അനേകം വിസ്തരണങ്ങൾ എടുക്കുകയാണ്. ഉദാഹരണമായിട്ട് പ്രഭുപാദ പറയുന്നത്, സൂര്യൻ ഉച്ചസ്ഥനാകുമ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ 5000 നാഴിക ദൂരം എല്ലാ ദിക്കിലേക്കും സഞ്ചരിച്ചാലും സൂര്യൻ എവിടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ദിക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യനുണ്ട് എന്ന് പറയാം. പക്ഷെ അതേസമയം തന്നെ ഡൽഹിയിൽ നിൽക്കുന്ന ആൾക്കും തലയ്ക്ക് മുകളിൽ സൂര്യൻ തന്നെയാണ്. കാരണം അദ്ദേഹം ഏകനാണ് എങ്കിലും എല്ലാ ദിക്കിലും ഒരേപോലെ തന്റെ പ്രഭാരശ്മികളെ അദ്ദേഹം പ്രസരിപ്പിക്കുന്നു. അതുപോലെ ഭഗവാൻ ഏകനാണ്. ഭഗവാൻ വിഷ്ണു തന്നെ അനേകം രൂപങ്ങളെടുത്ത് പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളിലും അദ്ദേഹം പരമാത്മാവായിട്ട് വസിക്കുന്നു. അതുകൂടാതെ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുകയും അതോടൊപ്പം എല്ലാ ജീവജാലങ്ങളെയും സംഹരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. കാലരൂപിയായി സംഹാരക്രിയ നടത്തുന്നു എന്ന് 11ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ജീവാത്മാക്കൾക്കെല്ലാം ഉത്ഭവസ്ഥാനവും വിശ്രമ സങ്കേതവും അദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എല്ലാത്തിനും സ്രോതസ് ഭഗവാനാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അദ്ദേഹമാണ് സർവ ജ്യോതിസുകളുടെയും സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടതും അറിവിന്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ജ്യോതിസുകളുടെയും ഭൗതിക പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ ജ്യോതിസുകളും എല്ലാ നക്ഷത്രങ്ങളുടെയും സൂര്യന്റെയും എല്ലാം പ്രകാശം, അഗ്നിയുടെ പ്രകാശം, സൂര്യന്റെ പ്രകാശം, ചന്ദ്രന്റെ പ്രകാശം, എല്ലാത്തിന്റെയും സ്രോതസ് ഭഗവാനാണ്. കൂടാതെ പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നത്. കാരണം ഈ ഭൗതിക പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ മിലനത്തിലാണ്. അതായത് സ്ഥൂലമായിട്ടുള്ള നമ്മൾ പുറത്ത് കാണുന്ന പഞ്ചഭൂതങ്ങളും സൂക്ഷ്മമായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെല്ലാം ചേരുന്ന ശരീരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൗതിക പ്രപഞ്ചമാകുന്ന തമസിനെ, പദാർത്ഥനിഷ്ഠം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ പഞ്ചഭൂതങ്ങൾ അടങ്ങുന്ന സ്ഥൂല ശരീരം. ആ സ്ഥൂല ശരീരമാകുന്ന അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ ഭൗതിക പ്രകൃതിയാകുന്ന തമസിനെ
കാരണം നേരത്തെ പറഞ്ഞു ഭൗതിക പ്രകൃതി എന്നുള്ളത് പൂർണ്ണമായിട്ടും അന്ധകാരമാണ് എന്ന്. ഇവിടെ പ്രകാശം വേണമെങ്കിൽ സൂര്യന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. എന്നാൽ ഭഗവാനാണെങ്കിലോ ഈ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നു. അദ്ദേഹം ഒരിക്കലും ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു ഘടകമല്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ തമസിനും അപ്പുറം സ്വയം പ്രകാശിതങ്ങളായ ആധ്യാത്മിക ലോകത്തിലെ ഒരു ആധ്യാത്മിക ലോകത്തിലാണ് അദ്ദേഹം വസിക്കുന്നത്. അല്ലാതെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു ഘടകമല്ല ഭഗവാൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നു. കൂടാതെ അവ്യക്തമാണ്. നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, അവ്യക്തമാണ്. എന്നാലോ അറിവും അറിയേണ്ടതും അറിവിന്റെ ലക്ഷ്യവും ഭഗവാനാണ്. സ്വയം അദ്ദേഹം ജ്ഞാനപ്രധാനമാണ്. എല്ലാ അറിവും അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. വേദങ്ങളുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. സ്വയം ജ്ഞാനിയാണ് അദ്ദേഹം. അതാണ് സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുമ്പോൾ, സത്ത് എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ളത്, ചിത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ജ്ഞാനം, അറിവ്. പിന്നെ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ്. ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോരുത്തരും അറിയേണ്ടതാണ് ഭഗവാനെ. കൂടാതെ അറിവിന്റെ ലക്ഷ്യം, നമ്മൾ ജ്ഞാനം കരസ്ഥമാക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷ്യം ആ ഭഗവത് പ്രാപ്തി എന്നുള്ളതായിരിക്കും. അപ്പോൾ അതാണ് അറിവും അറിയേണ്ടതും അറിവിന്റെ ലക്ഷ്യവും കൂടാതെ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതുമായിട്ടുള്ള ആ പരമാത്മാവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പരമാത്മാവായ ഭഗവാനാണ് സൂര്യചന്ദ്ര നക്ഷത്രാദി സകല ജ്യോതിസുകളുടെയും പ്രകാശത്തിന് അടിസ്ഥാനം. ഭഗവത് ജ്യോതിസ് ഉള്ളത് കൊണ്ട് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ സൂര്യചന്ദ്രാദികളുടെ ആവശ്യമില്ല. എന്നാൽ ഭൗതിക പ്രപഞ്ചമാണെങ്കിലോ, ഭൗതിക പ്രപഞ്ചം മഹത്തത്വം എന്ന ഭൗതിക പദാർത്ഥങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആ ഭൗതിക പ്രപഞ്ചത്തിന് ഓരോ ബ്രഹ്മാണ്ടത്തിനും ഒരു 5 കവറിംഗ് ഉണ്ട്, 5 ലെയറിന്റെ കവറിംഗ്. ഈ മഹത്തത്വം എന്നുള്ള ഈ ഒരു കവറിംഗ് ഈ ഭൗതിക പ്രപഞ്ചത്തിന് ഉള്ളത് കൊണ്ട് ആ ആധ്യാത്മികമായിട്ടുള്ള ജ്യോതിസ് ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് കടക്കുന്നില്ല. ആധ്യാത്മിക ലോകത്തെയും ഈ ഭൗതിക പ്രപഞ്ചത്തെയും മൂടിക്കൊണ്ട് ഒരു കവറിംഗ് ഉണ്ട്. അതുകൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിന് ഈ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു. ആധ്യാത്മിക ലോകത്തിന് ഇതൊന്നും തന്നെ ആവശ്യമില്ല. ആധ്യാത്മിക ലോകത്തില് ഭഗവാന്റെ പ്രകാശം ശരീരത്തിന്റെ പ്രകാശത്തോടുകൂടി തേജസ്സോടുകൂടി നിൽക്കുന്നു. ആദിത്യവർണം തമസഹ പരസ്താദ് എന്ന് 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ സ്വയം ആദിത്യ തേജസ്സോടു കൂടിയുള്ളവനാണ് എന്ന്. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ തമസിൽ നിന്ന് വളരെ 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 അകലെയാണ് അദ്ദേഹത്തിന്റെ ആണെങ്കിലോ ഇന്ദ്രിയാതീതമാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഭഗവാൻ അവ്യക്തൻ എന്ന് പറയുന്നത്. ആധ്യാത്മിക ലോകങ്ങളിൽ എത്താൻ ആകാംക്ഷയുള്ളവർക്ക് സർവഹൃദയങ്ങളിലും വാഴുന്ന പരമാത്മാവ് ജ്ഞാനം നൽകും. അപ്പോൾ ഭഗവാൻ എല്ലാ അറിവിന്റെയും ഉറവിടമായതുകൊണ്ട് നമുക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം, ആധ്യാത്മികതയിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ സ്വയം ഭഗവാൻ തന്നെ നമുക്കും അറിവ് തരുന്നു. ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവാൻ പറയുന്നു. ഞാൻ അവരോടുള്ള അനുകമ്പ മൂലം, അതായത് ഭക്തന്മാരോടുള്ള അനുകമ്പ മൂലം അവരുടെ അജ്ഞാനത്തെ നീക്കി അവരിൽ ജ്ഞാനത്തിന്റെ പ്രകാശം ഉളവാക്കുന്നു എന്ന്. അതാണ് അപ്പോൾ ഭഗവാൻ സ്വയം ജ്ഞാനം നിറഞ്ഞവനായതുകൊണ്ട് നമ്മിൽ ഭഗവാനെ അറിയണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ അദ്ദേഹം നമ്മുടെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. മോക്ഷത്തിൽ ഇച്ഛയുള്ളവർ സ്വയം ഭഗവാന് സമർപ്പിതരാവുക തന്നെ വേണം എന്ന് പറയുന്നു. അദ്ദേഹത്തെ അറിയുന്നത് കൊണ്ടേ ജനന മരണങ്ങൾക്കപ്പുറം കടക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു, ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം പ്രോക്തം സമാസദഃ മദ്ഭക്തയേതദ്വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. കർമ്മക്ഷേത്രം, അതായത് ശരീരം,
ജ്ഞാനം, ജ്ഞേയം എന്നിവയെ പറ്റിയെല്ലാം ഭഗവാൻ സംക്ഷിപ്തമായിട്ട് വിവരിച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തെ കുറിച്ച്, ജ്ഞാനത്തിന്റെ പ്രക്രിയയെ കുറിച്ച്, ജ്ഞേയം അറിയേണ്ടത് എന്തിനെ കുറിച്ചാണ്, ഭഗവാനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ഭഗവാൻ സംക്ഷിപ്തമായിട്ട് വിവരിച്ചു കഴിഞ്ഞു. ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഈ അറിവ് നമുക്ക് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തരാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കാരണം നമ്മൾ ഭഗവാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അവ്യക്തമാണ് എല്ലാം തന്നെ, ആധ്യാത്മികമായിട്ടുള്ളതെല്ലാം തന്നെ നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഈ ഭൗതികമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ അറിവ് നമുക്ക് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഭഗവാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ഭഗവാന്റെ കരുണ ലഭിക്കാനായിട്ട് ഭഗവാന്റെ ഭക്തനാകണം, ഭഗവാനെ സേവിക്കണം, നിരന്തരം ഭഗവാന്റെ നാമജപം, ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമായി ഈ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ജ്ഞാനവും ജ്ഞാന സമ്പാദനവും കൃഷ്ണാവബോധത്തിലൂടെ ആത്മസാക്ഷാത്കാര പ്രക്രിയകളാണ്. ഭൗതിക ബോധമാണ് സാമാന്യേന നമ്മെ നയിക്കുന്നത്. എങ്കിലും കൃഷ്ണന്റെ പ്രവർത്തനങ്ങളിൽ പ്രജ്ഞയെ കേന്ദ്രീകരിക്കുകയും സർവവും കൃഷ്ണൻ തന്നെയാണ് എന്ന ബോധം ഉണരുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ. ഭഗവത് സേവനത്തെ കുറിച്ചുള്ള തികഞ്ഞ അറിവിന്റെ പ്രഥമ ഘട്ടം മാത്രമാണ് ജ്ഞാനം. അപ്പോൾ ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് എല്ലാമുള്ള അറിവ് നമ്മുടെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പ്രാരംഭഘട്ടമാണ്. ആ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ശരീരമല്ല, ഭഗവത് അംശമായ ജീവാത്മാവാണ് എന്നുള്ള അറിവ് നേടുകയും പിന്നീട് ആ പരമാത്മാവിനെ, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പിന്നീട് ആ ഭഗവാനെ നമ്മൾ ആരാധിക്കാൻ ആ ഒരു അറിവ് ലഭിക്കുമ്പോൾ, പ്രാഥമികമായിട്ടുള്ള ആ അറിവ് ലഭിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞതെല്ലാം തന്നെ പ്രാഥമികമായിട്ടുള്ള അറിവാണ്. ഈ അറിവ് സമ്പാദിക്കുന്നതിലൂടെയാണ് നമ്മൾ ഭഗവത് അംശം എന്ന് മനസ്സിലാക്കി ഭഗവാനെ ആരാധിക്കാൻ ആരംഭിക്കുന്നത്. അതിലൂടെ പിന്നീട് നമ്മൾ മുന്നോട്ട് നീങ്ങി നമ്മുടെ കർമ്മഫലമെല്ലാം ഇല്ലാതാക്കി ഭഗവാന്റെ കരുണയാൽ പിന്നീട് നമുക്ക് ഒരു ശുദ്ധഭക്തനായിട്ട് ഉയരാനായിട്ട് സാധിക്കുന്നു. ഇനി ഭഗവാൻ 20 മുതലുള്ള ശ്ലോകങ്ങളിൽ, അപ്പോൾ ഇത് 19ാമത്തെ ശ്ലോകത്തിന്റെ വിശദീകരണം കൂടെ വായിച്ചിട്ട്, ജ്ഞാനം എന്നാൽ കൃഷ്ണാവബോധത്തിൽ സ്വയം മനസ്സിലാക്കുകയും എല്ലാറ്റിനും കൃഷ്ണനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നതാണ്. ജ്ഞാനം എന്നത് ഭക്തിയുത സേവനത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ഘട്ടമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ജ്ഞാനം എന്നുള്ളത് ഭക്തിയുത സേവനം എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്ന പ്രാഥമിക ഘട്ടമാണ് എന്ന്. വിജ്ഞാനം എന്നുള്ളത് അറിയുന്നവൻ അറിയേണ്ടത് അറിയുന്ന പ്രക്രിയ. ഈ ജ്ഞാനം എങ്ങനെ കരസ്ഥമാക്കണം, ജ്ഞാനം കരസ്ഥമാക്കിയിട്ട് ജ്ഞാനം കരസ്ഥമാക്കാനുള്ള പ്രക്രിയ, ജ്ഞാനം കരസ്ഥമാക്കിയതിനു ശേഷം അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രകർത്തുന്നു, അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഭക്തന്മാർ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ക്ഷേത്രം എന്നാൽ എന്ത്, ക്ഷേത്രജ്ഞൻ എന്നാൽ എന്ത്, ജ്ഞേയം എന്നാൽ എന്ത്, ജ്ഞാനം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കുന്നവർ ഭക്തന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ജീവാത്മാവും പരമാത്മാവിനെയുമാണ് അറിയേണ്ടത് എന്ന് വിവരിക്കുന്നു ഈ ശ്ലോകങ്ങളിലൂടെ. ഇനി അടുത്ത സെക്ഷനാണ്. അടുത്ത സെക്ഷനിൽ പ്രകൃതി, പുരുഷൻ, പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധം, ഇവയെ കുറിച്ചാണ് അടുത്തതായിട്ട് വിവരിക്കുന്നത്. അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഉത്തരം പറയുന്നു. പ്രകൃതി എന്നാൽ എന്ത്, പുരുഷൻ എന്നാൽ എന്ത് എന്നെല്ലാം ചോദിച്ചു. പ്രകൃതി എന്നാൽ എന്ത് എന്ന് ഭഗവാൻ വിവരിക്കുന്നു. ആ പ്രകൃതിയെ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന പുരുഷൻ ആയിട്ടുള്ള ജീവാത്മാവിനെ കുറിച്ച്, ആ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ പ്രഭാവത്താൽ ആ ശരീരം സ്വീകരിക്കുന്ന ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ജീവാത്മാവല്ല ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാമാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വിവരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ പ്രകൃതി, പുരുഷൻ, പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധം എന്നിവ വിവരിക്കാൻ പോകുകയാണ് ഇന്ന്. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്.
ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും രണ്ടും അനാദിയാണ്. ഭഗവാന്റെ തന്നെ ഭൗതിക പ്രകൃതി ഭഗവാന്റെ തന്നെ ശക്തിയാണ്, ജീവാത്മാവും ഭഗവാന്റെ തന്നെ ഊർജം ശക്തിയാണ്. അപ്പൊ ഇവയെല്ലാം തന്നെ അനാദികളാണ്. പിന്നെയോ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ച, അപ്പോൾ ഓരോ ജീവജാലത്തിനും ഓരോ ജീവാത്മാവിനും ലഭിക്കുന്ന ശരീരം എന്നുള്ളത് ആ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നു അനേകം രൂപങ്ങൾ, അനേകം ശരീരങ്ങൾ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ കാണാൻ സാധിക്കും. ആ ശരീരങ്ങളെല്ലാം തന്നെ ഈ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിയുടെ 24 ഘടകങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടവയാണ് എന്ന്. കാര്യകാരണ കർത്തൃത്വേ ഹേതുഹു പ്രകൃതിരുച്യതേ പുരുഷഃ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണ് എന്നും ഈ ലോകത്തിൽ വിവിധ സുഖ ദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണ് എന്നും ഇവിടെ പറയപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാര്യകാരണ കർത്തൃത്വേ, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യകാരണങ്ങൾക്കും, ഭൗതികമായിട്ടുണ്ടാകുന്ന എല്ലാ കാരണങ്ങൾക്കും ഹേതു പ്രകൃതി, പ്രകൃതിയിൽ നിന്നാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഓരോ ജീവജാലവും അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സുഖ ദുഃഖങ്ങൾക്ക് കാരണം ജീവസത്ത തന്നെയാണ്. അതിന് കാരണം പ്രകൃതിയോ ഭഗവാനോ ആരും തന്നെയല്ല. പിന്നെയോ ഓരോ ശരീരവും അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾക്ക് കാരണം ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ജീവസത്ത തന്നെയാണ് എന്ന് പറയുന്നു. ജീവികൾക്ക് ദേഹ ഇന്ദ്രിയാദികളിലുള്ള വൈവിധ്യത്തിന് കാരണം ഭൗതിക പ്രകൃതി. ഓരോ ശരീരത്തിനും കാരണം ഭൗതിക പ്രകൃതിയാണ്. ഓരോ തരത്തിലുള്ള ശരീരത്തിൽ ജീവിക്കണമെന്ന് ഇച്ഛിക്കുന്ന ജീവാത്മാവിന്റെ വ്യത്യസ്ത ഭോഗക്രിയകളിൽ നിന്ന് അവ ഉടൽക്കൊള്ളുന്നു. ഓരോ തരത്തിൽ ആസ്വദിക്കണം എന്നുള്ള ജീവാത്മാവിന്റെ ആഗ്രഹം മൂലം ആ ജീവാത്മാവിന് പല പല ശരീരങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. വിവിധ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് നാനാവിധങ്ങളായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഭൗതിക സുഖദുഃഖങ്ങൾക്ക് കാരണം ശരീരമാണ്, ആത്മാവല്ല എന്ന്. അപ്പോൾ ജീവസത്ത എന്നിവിടെ പറയുന്നത് ശരീരത്തിന്, ജീവാത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവിന്. അപ്പോൾ ശരീരമാണ് എല്ലാ സുഖദുഃഖങ്ങൾക്കും കാരണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളാണ് ഈ സുഖദുഃഖങ്ങളെല്ലാം തന്നെ അറിയുന്നത്. ജീവാത്മാവിന്റെ സ്വാഭാവിക അവസ്ഥയിൽ അതിന് ആനന്ദം അനുഭവിക്കണം എന്നതിന് സംശയമില്ല. അതുകൊണ്ട് അതാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ വരുന്നത്. ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയൊന്നില്ല, വിശുദ്ധമാണത്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ ജീവാത്മാവിന്റെ അവസ്ഥ പൂർണ്ണമായിട്ടുള്ള സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള അവസ്ഥയാണ്, പരിശുദ്ധമായ അവസ്ഥ. എന്നാൽ ഭൗതിക തലത്തിലേക്ക് വരുമ്പോഴോ സ്വയം ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം മൂലം വരികയാണ്. അതുകൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. ആധ്യാത്മിക ലോകത്തിൽ ജീവാത്മാവ് സ്വയം പരിശുദ്ധനാണ്. ഭൗതിക പ്രപഞ്ചത്തിലാകട്ടെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ഏവരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ മൂലമാണ് ഈ ശരീരം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ശരീരവും അതിന്റെ ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളും ഭൗതിക പ്രകൃതിയുടെ ഉപഹാരങ്ങളാണ്. അപ്പോൾ സ്വയം ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ജീവാത്മാവിന് ഒരു പ്രത്യേക ശരീരവും അതിൽ പ്രത്യേകമായ ഇന്ദ്രിയങ്ങളും തന്നിരിക്കുന്നു. ഭൗതിക പ്രകൃതി എന്തിനു വേണ്ടിയിട്ട്? ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ആ ഇന്ദ്രിയങ്ങളിലൂടെ ഓരോ ജീവാത്മാവും സ്വയം ആസ്വദിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. തന്റെ ആഗ്രഹങ്ങളും ഭൂതകാല കർമ്മങ്ങളും അനുസരിച്ച് അനുഗ്രഹീതങ്ങളോ ശബ്ദങ്ങളോ ആയ പരിതസ്ഥിതികൾ ജീവാത്മാവിന് ലഭിക്കുന്നു. അപ്പോൾ തന്റെ മുൻ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളും പല വിധത്തിലുള്ള ആസ്വദിക്കാനുള്ള ആഗ്രഹങ്ങളും മൂലം പല പല ശരീരങ്ങളും, ആ ശരീരങ്ങളിലൂടെ പല വിധത്തിൽ സുഖദുഃഖങ്ങളും ജീവാത്മാവ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം എന്താണ്?
തന്റെ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് ഓരോ വ്യക്തിയെയും ഭൗതിക പ്രകൃതി തനതായ വാസസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. സ്വന്തം വാസസ്ഥാനങ്ങളെയും തനിക്ക് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഞാൻ എന്താഗ്രഹിക്കുന്നുവോ, ഒരു ശരീരം കൊണ്ട് എനിക്ക് പല വിധത്തിൽ സുഖിക്കണം, ആസ്വാദനം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളപ്പോൾ ചിലപ്പോൾ മനുഷ്യ ശരീരം കൊണ്ട് അനുഭവിക്കാൻ സാധ്യമാകാത്ത ആഗ്രഹങ്ങൾ ചിലപ്പോൾ എനിക്കുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായിട്ട് ആ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന വിധത്തിലുള്ള പുതിയ ശരീരം ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ എനിക്ക് ലഭിക്കും. അപ്പോൾ എന്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് ലഭിക്കുന്ന പല വിധത്തിലുള്ള ശരീരത്തിന്റെ ഉറവിടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആഗ്രഹങ്ങളാണ് എല്ലാത്തിനും, സുഖത്തിനും ദുഃഖത്തിനും എല്ലാം ഹേതു നമ്മിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പലതും ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹങ്ങളാണ് നമുക്ക് പല വിധത്തിലുള്ള ശരീരം ലഭിക്കാനുള്ള കാരണം. ആ ശരീരം ലഭിക്കുമ്പോൾ ആ ശരീരം ഉപയോഗിച്ച്, കാരണം ഓരോ ശരീരത്തിനും പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകളുണ്ട്, ചില കോട്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ ശരീരത്തിനും നമ്മൾ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. അതിനോടൊപ്പം ആ ശരീരത്തിന്റെ കുറവ് മൂലം നമ്മൾ ചില ദുഃഖങ്ങളും അനുഭവിക്കുന്നു. അപ്പോൾ രണ്ടും അനുഭവിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഒരു പ്രത്യേക തരം ശരീരം സ്വീകരിച്ച ശേഷം ജീവൻ പ്രകൃതിക്ക് അധീനനായി തീരുന്നു. നമ്മൾ ഒരിക്കലും സ്വതന്ത്രരല്ല. ഒരു ഭൗതിക ശരീരം ലഭിക്കുമ്പോൾ ആ ഭൗതിക ശരീരത്തിനോട് കൂടി തന്നെ ഭൗതിക പ്രകൃതിക്കും അധീനരായി തീരുന്നു നമ്മൾ. പിന്നീട് പ്രകൃതിയുടെ നിയന്ത്രണ വിധേയമായിട്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരീരം ഭൗതികമാകയാൽ അതിന് ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. തത്സമയം ആ നിയമത്തെ ലംഘിക്കാനുള്ള ശക്തി ജീവസത്തയ്ക്ക് ഇല്ലാതാനും. ഈ ശരീരത്തിന്റെ പോരായ്മകളെല്ലാം തന്നെ ഈ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഓരോ ശരീരവും പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടത് കൊണ്ട് പ്രകൃതിക്ക് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പോഴോ അതുകൂടാതെ ഈ ശരീരത്തിനാണെങ്കിലോ പ്രകൃതിക്ക് അടിമയായിട്ട് പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രകൃതിയുടെ നിയമത്തെ ലംഘിക്കാനുള്ള കഴിവുമില്ല എന്ന്. ഒരു ജീവാത്മാവിനെ ഒരു നായയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. ഉടനെ ആ ജീവൻ നായയെ പോലെ പ്രവർത്തിച്ചു തുടങ്ങും. അതിന് മറ്റൊരു വിധത്തിൽ പെരുമാറാൻ ആകില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവാത്മാവിനും അപ്പോൾ പല വിധത്തിൽ ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് എങ്ങനെ ആസ്വദിക്കാനുള്ള പ്രത്യേകമായ ശരീരമാണ് ലഭിക്കുന്നത്. ആ ശരീരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ ആ ജീവന്റെ അവബോധം ആ ശരീരമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ആനയായിട്ടിരുന്ന ഒരു ആനയുടെ ശരീരം ലഭിച്ച ഒരു ജീവാത്മാവിന് ഈ ജന്മം ഒരു പൂച്ചയുടെ ശരീരം ലഭിക്കുകയാണെങ്കിൽ ആ ജീവാത്മാവ് പൂച്ചയെ പോലെ തന്നെ പെരുമാറാനേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാതെ പെരുമാറാൻ അതിന് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഒരു ദേവന്റെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ട ജീവാത്മാവിന് ദേവോചിതമായി പെരുമാറാൻ ഇടവരുന്നു. പ്രകൃതി നിയമമാണ് അത്. പക്ഷേ ഏത് ശരീരത്തിലായാലും ചുറ്റുപാടിലായാലും വ്യക്തിഗത ജീവാത്മാവോടൊപ്പം പരമാത്മാവുമുണ്ട്. പക്ഷെ ആ ജീവാത്മാവിനെ സംരക്ഷിക്കാനും ജീവാത്മാവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് എപ്പോൾ ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് തിരിയാൻ ഇടവരുന്നുവോ ആ സമയം ആ ജീവാത്മാവിനെ സഹായിക്കാനായിട്ട് ആ പരമാത്മാവ് ഉണ്ടാകുന്നു. അതുപോലെ ഓരോ നിമിഷത്തിലും ആ ജീവാത്മാവിന് പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുവാൻ, ആ ജീവാത്മാവിന്റെ തെറ്റായിട്ടുള്ള വഴിയെ നിയന്ത്രിക്കുവാൻ, അല്ലെങ്കിൽ ജീവാത്മാവിന് പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാക്ഷിയായിട്ട് ജീവാത്മാവിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനായിട്ട് ഉപദൃഷ്ട അനുമന്താച്ച ഭർത്ത ഭക്ത മഹേശ്വര. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ പരമാത്മാവ് അങ്ങനെ ജീവാത്മാവിനോടൊപ്പം തന്നെ വാഴുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ജീവാത്മാവിനോട് അത്യന്തം കനിവുള്ളത് കൊണ്ട് എവിടെയും എപ്പോഴും പരമാത്മരൂപേണ കൂടെ വാഴുന്നു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഹരേ കൃഷ്ണ. 22 മുതലുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ